അപ്പം വയനാട് ജില്ലയുടെ മേപ്പാടിയുടെ ആ ഏരിയ, ദുരന്തം ഒഴുങ്ങിയ ഏരിയ പറയുന്ന സമയത്ത് നമുക്ക് കോഴിക്കോട് ജില്ലയുടെ വിലങ്ങാടിനെ പറയാതെ സ്പർശിക്കാതെ പോവാതെ വയ്യ. കാരണം ആൾനാശത്തിൻ്റെ കാര്യത്തിൽ ആൾനാശം വളരെ കുറവാണ്. ഒരു മനുഷ്യസ്നേഹി, ഒരു രക്ഷാപ്രവർത്തകൻ റോളുള്ള ഒരു അധ്യാപകൻ മരിച്ചു എന്നല്ലാതെ, റിട്ടയർഡ് അധ്യാപകൻ മരിച്ചു എന്നല്ല, മരണപ്പെട്ടു എന്നല്ലാതെ വിലങ്ങാട് പ്രദേശത്ത് മരണസംഖ്യ കുറവാണ്. പക്ഷേ വയനാട് മേപ്പാടിക്ക് സമാനമായ രീതിയിലാണ് വിലങ്ങാടിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭൂപ്രകൃതി. കാരണം മാറ്റിമറിച്ചു കളഞ്ഞു. 30ഓളം ഉരുൾപൊട്ടലാണ് വിലങ്ങാട് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് പുനരാരംഭിക്കും. അതാണ് വാർത്ത. കാരണം ഡ്രോൺ ഒരു ഏരിയൽ മാപ്പിംഗ് ആണ്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡ്രോൺ അറിയാത്ത ആളുകളൊന്നുമില്ലല്ലോ. അപ്പം ആകാശ ദൃശ്യങ്ങൾ പകർത്തുക, അതിൻ്റെ വൈഡ് ആംഗിളിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുക, എന്നിട്ട് എത്രത്തോളം നാശങ്ങളുണ്ടായെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്റർ അദ്ദേഹം വിലങ്ങാട് സന്ദർശിച്ചിട്ട് ഒരു പാക്കേജ് ഉടനൊരു പ്രഖ്യാപനം ആ കാര്യത്തിലുണ്ടാവും. അതിൻ്റെയൊക്കെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രോൺ പരിശോധന പുനരാരംഭിക്കുന്നു. ഇന്നലെ അല്പസമയം കുറച്ച് മണിക്കൂറുകൾ ഡ്രോൺ പരിശോധന നിർത്തിവെച്ചിരുന്നു. കാരണം നരേന്ദ്രമോദി അദ്ദേഹം നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഹെലികോപ്റ്റർ മുഖേന പോയത് വിലങ്ങാടിൻ്റെ മലയോര മേഖലയ്ക്ക് മുകളിലൂടെയാണ് വയനാട്ടിൽ മേപ്പാടിയിലേക്കുള്ള ഷോർട്ട് കട്ടിനാണ് പോയിട്ടുള്ളത്. അപ്പോൾ സമയത്ത് ഡ്രോൺ പരിശോധന അല്പസമയം മണിക്കൂറുകൾ നിർത്തിവെച്ചിരുന്നു. അത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കാരണം ആകാശത്തൊരു അന്യ വസ്തുവായിട്ട് തന്നെയാണ് ഡ്രോണിനെ നമ്മൾ കാണുക. അപ്പം ഒരു എയർ റൂട്ടിൽ ഒരു ഹെലികോപ്റ്റർ ആണെങ്കിലും വിമാനങ്ങളും എയർ റൂട്ടിൽ, അതും പ്രത്യേകിച്ച് ഒരു VIP സെക്യൂരിറ്റി ഉള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെ ഒരു അതിൻ്റെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് നിർത്തിവെച്ചു. അത് ഇന്ന് പുനരാരംഭിക്കും. അപ്പോൾ വിലങ്ങാട് പ്രദേശത്ത് നിങ്ങൾ ദൃശ്യത്തിൽ നോക്കൂ, വിലങ്ങാടിൻ്റെ ഒരു പ്രകൃതി, ഒരു ഭൂപ്രകൃതി തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം വിലങ്ങാട് ഇങ്ങനെ ഒരു ദുരന്തം വിലങ്ങാട് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് പഴമക്കാർക്ക് പോലും ഓർമ്മയില്ല. 1976 72 മറ്റോ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് അതിൽ കുറച്ച് ആളുകൾ മരണപ്പെട്ടു. ഒരു മരണമാണെന്നുണ്ടായത്. പിന്നെ ഈ അടുത്ത് 2018 മറ്റോ പിന്നെ 4 പേര് അവിടെ ഒരു ദുരന്തത്തിൽ, അതും പ്രകൃതി ദുരന്തത്തിൽ തന്നെ ജീവൻ വെടിയേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണ് വിലങ്ങാടിൻ്റെ ചിത്രങ്ങളും. പുനരധിവാസ പാക്കേജ് കിട്ടിയിട്ടില്ലെങ്കിൽ, പുനരധിവാസത്തിനൊരു സർക്കാരിന് ക്രിയാത്മക ഇടപെടില്ലെങ്കിൽ വിലങ്ങാടിൻ്റെ കാര്യം കട്ടപ്പോകുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ പറയാം, വാക്കങ്ങനെ ഉപയോഗിക്കുക. കാരണം തീരെ നിവൃത്തിയില്ലാത്ത രീതിയിലേക്കൊരു ടൗൺ മാറുകയാണ്, ഒരു മലയോര ഗ്രാമം മാറുകയാണ്. ആ പാലത്തിൻ്റെ ഞങ്ങളൊക്കെ നടന്നു പോയതാണ്. ആ പാലത്തിൻ്റെ വിഷ്വൽ ഇപ്പോൾ എൻ്റെ സീനിയർ ക്യാമറമാൻ രഞ്ജിത്ത് പകർത്തിയ വിഷ്വലുകളാണ് നിങ്ങൾ അല്പസമയം മുമ്പ് കണ്ടിട്ടുള്ളത്. ഈ വിഷ്വലൊക്കെ രഞ്ജിത്ത് അവിടെ നിന്ന് പകർത്തിയാണ്. ഞാൻ രഞ്ജിത്ത് കൂടി ഒരു വൈകുന്നേരം അവിടെ പോയിട്ടാണ് ഈ വിഷ്വൽ. ഇപ്പോൾ നമ്മളെ കമ്പനിയുടെ ഒരു ഞങ്ങളൊരു അസൈൻമെൻറ്റ് അങ്ങനെ പറയാം. കാരണം എവിടെ ജനകീയ പ്രശ്നമുണ്ടോ അവിടെ ഇടപെടുക എന്നുള്ളത് നമ്മളെ ഒരു മാനേജ്മെൻറ്റ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ പോയത്. അവിടെ എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങളൊന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് പറയാതെ വയ്യ. പബ്ലിക്ക് വളരെ കൃത്യമായിട്ട് നമ്മളത് സപ്പോർട്ട് ചെയ്തു. അവരുടെ വിഷമങ്ങൾ അവർ പറഞ്ഞു. അപ്പം ഡ്രോൺ പരിശോധന ഇന്ന് പുനരാരംഭിക്കും. അതിൻ്റെ റവന്യൂ വകുപ്പിന് വേണ്ടിയിട്ട് കണക്കെടുക്കും. അതിനുശേഷം വിലങ്ങാടിന് ആശ്വാസമാകുന്നൊരു ദുരിതാശ്വാസ പാക്കേജ് റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്റർ പ്രഖ്യാപിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.